നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാറ്റം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വശം എവിടെയാണ് നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്, ഏത് ഭാഗത്താണ്, ഏതിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്ന് ആദ്യം അറിയണ്ടേ? ഏത് കാര്യത്തിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഏതിലാണ് നമ്മുടെ മാറ്റം ആദ്യം വരേണ്ടത്? അതിൻ്റെ പേരൊന്ന് പറഞ്ഞ് പോരട്ടെ. മാറ്റം വരുത്തേണ്ട സാധനത്തിന്റെ പേര്? യെസ്, 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 നമ്മുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിലാണ്, നമ്മുടെ ചിന്തയിലാണ്. നമ്മുടെ ചിന്തയും മറ്റും എല്ലാം കൂടി ആകെത്തുകയായിട്ട് നമുക്ക് മനസ്സിനെ പറയാം, അല്ലെ? മനസ്സിലെ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എഴുതി വെച്ചോളൂ, 5 കാര്യം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ചെയ്യാൻ പറ്റാത്ത ഒരാളും ഇവിടെ ഉണ്ടെന്ന് പറയരുത്. സാറേ എനിക്കിത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാനുള്ള സംഭവമേ ഇല്ല. ഇത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവമല്ല. വളരെ സിമ്പിളായി ഹമ്പിളായി ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരായി ചില നിർണായക ഘടകങ്ങളെ മനസ്സിലാക്കി അവയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു മാറ്റത്തിൻ്റെ കാര്യങ്ങളെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ എങ്ങനെ ചെയ്യാം എന്ന് മാത്രം മനസ്സിലാക്കുകയും അതിനെ വളരെ സിമ്പിളായി 5 കാര്യങ്ങളിൽ ഒതുക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തോ ഒന്നിലുള്ള വിശ്വാസമായിരിക്കണം, അല്ലെ? നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പേരാണ് മനസ്സിന്റെ ശക്തിയിലുള്ള വിശ്വാസം. മൈൻഡ് പവർ എന്ന് പറയുന്ന സാധനം, മനഃശക്തിയിലുള്ള വിശ്വാസം ഒന്നാമതായി നമുക്കുണ്ടാവണം. മനസ്സിന്റെ ശക്തിയിലുള്ള വിശ്വാസത്തെ ആദ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സുകൊണ്ട് എന്നെ മാറ്റാൻ എനിക്കാവും. ആ വാക്ക് ഇങ്ങനെ എഴുതി വെച്ചോളൂ. എൻ്റെ മനഃശക്തി കൊണ്ട് എന്നെ മാറ്റാൻ എനിക്കാവും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എപ്പോഴാണോ നമുക്കുണ്ടാവുന്നത്, ആ ഉണ്ടാവലിലൂടെ മാത്രമാണ് നമ്മളിൽ വരുത്തേണ്ട മാറ്റത്തിൻ്റെ, നമ്മൾ വരുത്താൻ പോകുന്ന മാറ്റത്തിൻ്റെ, നമ്മൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാകുന്നത്. മനസ്സ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഉപാധിയായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോഴും അതിൻ്റെ സമ്പൂർണ്ണ ശക്തി ഉപയോഗപ്പെടുത്തുന്നതിന് ആദ്യം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ആത്മവിശ്വാസം എന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സഹനശീലം വളർത്തുക. സഹനശീലം വളർത്തുക, ക്ഷമയുണ്ടാവുക, സഹനശീലം വളർത്തുക. എന്താണ് സഹനശീലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സിന്റെ മാറ്റം ഒരു രാത്രി കൊണ്ടോ ഒരു പകല് കൊണ്ടോ സംഭവിക്കുന്നതല്ല എന്നുള്ള ബോധം അല്ലെങ്കിൽ ബോധ്യം നമുക്കുണ്ടാവുക. പരിവർത്തനം വൈകുന്നതോ അപ്രാപ്യമോ ആയി മാറാം. എന്നാൽ സഹനശീലം നിലനിർത്തുന്നത് ഈ പ്രക്രിയയിലെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ് എന്നറിയുക. ഇപ്പൊ 2 കാര്യങ്ങൾ കിട്ടിയല്ലേ? അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധാലുവായ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. നേരത്തെ ഞാൻ വിജിനോട് പറഞ്ഞ കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. അവധാനം എന്നും പറയും മലയാളത്തിൽ. അപ്പോൾ മനസ്സിന്റെ മാറ്റം ലക്ഷ്യം എഴുതി വെച്ചല്ലോ, അല്ലേ? മൈൻഡ്ഫുൾനെസ് എന്നാണ്. മനസ്സിന്റെ മാറ്റം ലക്ഷ്യബോധത്തോടെ പ്രാപ്യമാക്കണമെങ്കിൽ ശ്രദ്ധ എന്നത് എപ്പോഴും ശരിയായ ദിശയിൽ നയിക്കുന്ന ശക്തിയായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ശ്രദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് എനിക്ക് നേടേണ്ടത്, എന്താണ് എനിക്ക് ലഭിക്കേണ്ടത്,
ഞാൻ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, സിമ്പിളായി ചോദിച്ചോട്ടെ. നിങ്ങൾ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുന്നവങ്ങളോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് എന്ത് ലഭിക്കാനാണ്? വാട്ട് ഈസ് യുവർ പർപ്പസ്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എങ്ങോട്ടാണ് നമുക്ക് മാറ്റപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇത് യാഥാർത്ഥ്യമാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റം മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എങ്ങോട്ട് മാറണു, എന്തായി മാറണം എന്നത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഞാൻ പറയാറില്ല അല്ലേ, ഈ നല്ലൊരു ജീവിതം, പോസിറ്റീവ്നെസ്, മാറ്റം വേണം, ഇതൊക്കെ കോമൺ പ്രക്രിയയാണ്, ഇതെല്ലാം ആക്സെപ്റ്റബിൾ ആണ്. പക്ഷേ എന്താണ് നിങ്ങൾ ആരായിത്തീരണം? നിങ്ങൾക്ക് there is anything particular point you want to reach? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ നിങ്ങൾക്ക് എത്താനായിട്ട്? ഹാപ്പിനെസ് വേണം, ഓക്കെ, ദാറ്റ് ഈസ് കോമൺ തിങ്സ്. ഹാപ്പിനെസ് കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ ഫണ്ടമെന്റലായി ചിന്തിച്ച് ചെറിയ പോയിന്റ് ആയിട്ട് മാറ്റപ്പെടുത്തണം. എനിക്ക് ഇന്നതൊക്കെ ആയിത്തീരണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദാറ്റ് ഈസ് സംതിങ്, അങ്ങനെയുള്ള നിങ്ങൾ ആരെങ്കിലുമൊക്കെ മോഡലൈസ് ചെയ്യുക. എനിക്ക് ഇന്ന ആളെ പോലെ ആവണം. അപ്പോൾ അയാളുടെ ക്യാരക്ടറിലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തെ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ആൻ പോസിറ്റീവ് തിങ്കർ. എല്ലാത്തിനെയും ബി ആൻ പോസിറ്റീവ് തിങ്കർ. ബി ആൻ പോസിറ്റീവ്. നമ്മൾ ഏത് കാര്യത്തിനെയും മനസ്സിനെ മാറ്റപ്പെടുത്താനാണ് നമ്മൾ തീരുമാനിച്ചിറങ്ങിയെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ ഞാൻ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ, മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തുക. ഇന്നത്തെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും നാളെ നമ്മുടെ ജീവിതത്തെ നിർണയിക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അഞ്ചാമത്തെ ഒരു കാര്യത്തിന്റെ പേരാണ്, എന്തായിരിക്കും? ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ മറക്കാതെ എന്താ ചെയ്യേണ്ടത്? സ്റ്റിക്ക് ഓൺ യുവർ റുട്ടീൻ. നിങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ സാധനകൾ, റുട്ടീൻസ് സ്റ്റിക്കായി നിൽക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതെല്ലാം ഒരു സിസ്റ്റം, റുട്ടീനാണല്ലേ. റുട്ടീനായിട്ട് പോകുന്നു. എന്താണോ നിങ്ങൾ പിന്തുടരുന്ന റുട്ടീൻ, അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. കാരണം 21 ദിവസവും 66 ദിവസവും ഒക്കെ ഒരേപോലെ നടന്നാൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ.